ഹലോ, എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഈസ്റ്റർ ആശംസകൾ. അപ്പോൾ ഈസ്റ്ററായിട്ട് എന്തെങ്കിലും സ്പെഷ്യൽ വേണ്ടേ? നമ്മൾ പിടിയും കോഴിയും ആക്കാൻ വിചാരിച്ചു. പക്ഷേ കോഴി കിട്ടാത്തതിനും കൂടെ നമ്മൾ ബീഫ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. അപ്പോൾ കുറച്ച് ബീഫ് എടുക്കുക, അതിലേക്ക് മഞ്ഞൾപ്പൊടി, ഉപ്പ്, കുരുമുളക്, കറിവേപ്പില, ഉള്ളിയും കൂടി ഇട്ട് നന്നായിട്ട് തിരുമ്മി പിടിച്ച് നമുക്കൊരു കുക്കറിൽ വേവിക്കാൻ വെക്കാം. അടുത്ത പരിപാടി നമുക്ക് പിടി ഉണ്ടാക്കാം. കുറച്ച് പുട്ടുപൊടി എടുക്കുക, അതിലേക്ക് കുറച്ച് ജീരകവും പിന്നെ ചെറിയുള്ളി ഉപ്പും കൂടി ഇട്ടിട്ട് തിളപ്പിച്ച വെള്ളം എടുക്കുക. എന്നിട്ട് അതിലേക്ക് ഇങ്ങനെ പാർന്ന് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഉരുട്ടിയെടുക്കുക. അടുത്ത പരിപാടി എന്താ? നമുക്ക് രണ്ടാം പാലും ഒന്നാം പാലും ഉണ്ടാക്കണം. അത് കഴിഞ്ഞിട്ട് രണ്ടാം പാല് തിളപ്പിക്കണം. എന്നിട്ട് അതിലേക്ക് ഈ പിടി ഇടണം. പിടി അധികം ഇങ്ങനെ വലിച്ചു വാരി ഇടണ്ട, പൊട്ടിപ്പോവും. അപ്പം മെല്ലെ മെല്ലെ ഇട്ട് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് അത് നന്നായിട്ട് തിളച്ച് സെറ്റായിട്ട് വന്നാൽ നമുക്ക് ഒന്നാം പാലും കൂടി ഒഴിച്ച് അതിങ്ങനെ അടച്ച് വയ്ക്കാം. ഇനി അടുത്ത പരിപാടി നമുക്ക് ബീഫ് റോസ്റ്റ് ഉണ്ടാക്കാം. അപ്പോൾ വലിയ ഉള്ളി, ചെറിയ ഉള്ളി, ഉപ്പ്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് എല്ലാം കൂടി ഇട്ടിട്ട് വഴറ്റുക. നന്നായിട്ട് ഇങ്ങനെ വഴറ്റുക. എന്നിട്ട് അതിലേക്ക് കുറച്ച് ഒരു 1.5 കഷ്ണം തക്കാളിയും കൂടി ഇട്ടിട്ട് വീണ്ടും നന്നായിട്ട് വഴറ്റുക. എന്നിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പ്, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടി എല്ലാം കൂടി ഇട്ടിട്ട് വീണ്ടും ഒന്നും കൂടെ വഴറ്റുക. ഇനിയൊരു സ്പെഷ്യൽ സാധനം കൂടിയുണ്ട്. പെരുംജീരകം, ചെറിയ ജീരകം, കുരുമുളക്, ഉലുവ എല്ലാം കൂടി ഒന്ന് ചൂടാക്കിയിട്ട് ഒന്ന് മിക്സിയിലിട്ട് അടിച്ചെടുത്തിട്ട് അതിൻ്റെ മേലെ ഇങ്ങനെ വെതറി കൊടുക്കാം. കുറച്ച് അധികം ആയിക്കോട്ടെ, നല്ല ടേസ്റ്റ് ഇരുന്നോട്ടെ. എന്നിട്ട് ഈ ബീഫ് ഇങ്ങനെ വെട്ടിത്തളിച്ച് അതിലേക്ക് കുറച്ച് കറിവേപ്പിലിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിങ്ങനെ എടുത്ത് നമ്മുടെ പിടീൻ്റെ മേലേക്ക് ഇങ്ങനെ വെച്ച് അതങ്ങനെ കൂട്ടിക്കുഴച്ച് കഴിക്കാം.